ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോഴൊരു മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് ഉഴുന്നും പിന്നെ ഒരു 2 വറ്റൽമുളകും പിന്നെ ഒരു 2-3 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ട് നല്ല അടിപൊളി ഒരു ഐറ്റം ഉണ്ടാക്കിയെടുത്താലോ. വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാൻ വായോ. അതിന് പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പൊ ആദ്യം ഇത് നമുക്ക് എല്ലാം ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനൊരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 വറ്റൽമുളകും ഒരു 3 അല്ലി വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എണ്ണ ഒന്നും ഒഴിക്കുന്നില്ല കേട്ടോ. അപ്പൊ നമുക്ക് ജസ്റ്റ് ഇതൊന്നങ്ങ് വഴറ്റിയെടുക്കാം. ജസ്റ്റ് ഒന്നങ്ങ് വഴറ്റി ഒന്ന് ചൂടായി വരുമ്പോഴേക്ക് ഇതിലേക്ക് ഒരു 1/4 കപ്പോളം ഉഴുന്ന് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉഴുന്ന് ചേർത്ത് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം. ഉഴുന്നിന്റെ കളറൊക്കെ ഒന്ന് മാറി വരണേ. അപ്പൊ നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ആക്കി കൊടുക്കാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്. ഇത് മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാൻ കേട്ടോ. അപ്പൊ ചോറിന്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് ഉണ്ടാക്കി എടുക്കുന്നത്. ഇപ്പൊ തന്നെ കുറച്ചൊന്ന് ആയിട്ടുണ്ട്, കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ ദാണ്ട് നമ്മുടെ ഉഴുന്നൊക്കെ അത്യാവശ്യം ഒന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇതുപോലെ ഒന്നങ്ങ് വഴറ്റിയെടുത്താൽ മതി. ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുത്താൽ മതിയേ. ഇനി ഇതിലേക്ക് 1-2 ഐറ്റംസ് കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കണം. ഞാനൊരു തക്കാളി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം ഒരു മീഡിയം സൈസ് തക്കാളിയാണ് കേട്ടോ. ഇനി ഒരു 2-3-4-5 അല്ലി നമ്മുടെ കുഞ്ഞുള്ളി ഉണ്ടല്ലോ, അത് ചേർക്കാം. അതും കൂടെ ചേർത്ത് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ജസ്റ്റ് ഒന്ന് പച്ചമണം ഒന്ന് മാറി കിട്ടിയാൽ മതി കേട്ടോ. ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. ഞാൻ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം പുളിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് എല്ലാം കൂടെ ഒന്നും കൂടെ അങ്ങ് വഴറ്റി കൊടുക്കാം. എല്ലാത്തിന്റെ ആ ഒരു പച്ചമണം ഒന്ന് മാറി വരട്ടെ, ആ തക്കാളിയുടെയും കുഞ്ഞുള്ളിയുടെ ഒക്കെ. അപ്പൊ അതാണ്ട് എല്ലാം ഒന്ന് റോസ്റ്റ് ആയിട്ട് അത് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിതിന്റെ ആ ഒരു ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കിയിട്ട് നമുക്ക് കുറച്ച് സമയം ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. നന്നായിട്ട് തണുത്ത് വരട്ടെ, നമുക്കൊന്ന് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പം ഞാൻ ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. അപ്പൊ അതാണ്ട് ഇതുപോലെയാണ് ഒന്ന് റോസ്റ്റ് ആക്കി എടുക്കേണ്ടത്. അപ്പൊ അതാണ്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഞാനൊരു മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ ഇതിലേക്ക് ഉപ്പൊന്നും ഇതുവരെയും ചേർത്തിട്ടില്ല. അപ്പൊ ആവശ്യത്തിനുള്ള ഉപ്പ് ഈ ഒരു സമയം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞാനിതൊരു അല്പം വെള്ളവും കൂടെ ചേർത്താണ് കേട്ടോ ഒന്ന് അരച്ചെടുക്കുന്നത്. പക്ഷെ വെള്ളം ചേർക്കുന്നത് ഞാൻ കാണിക്കാൻ വിട്ടുപോയി. അപ്പൊ അതാണ്ട് നല്ല പോലെ ഇതുപോലെ ഒന്ന് അരച്ചെടുക്കണം. നമ്മൾ ചമ്മന്തി അരയ്ക്കൂലേ, അതുപോലെ അതിൽ നന്നായിട്ട് നരഞ്ഞു കിട്ടണം. ഉഴുന്നായതുകൊണ്ട് നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ. അതാണ്ട് ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മറ്റൊരു ബൗളിലേക്ക് ഒന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. അപ്പൊ ആ മിക്സിയുടെ ജാറിലിരിക്കി പറ്റിപ്പിടിച്ചിരിക്കുന്ന ഐറ്റംസ് എല്ലാം നമ്മൾ ഇതുപോലെ ഒന്നങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതൊരു ചമ്മന്തിയാണ് കേട്ടോ, ഉഴുന്ന് ചമ്മന്തി എന്ന് പറയും. നല്ല ഹെൽത്തി ആണ്, നല്ല ടേസ്റ്റിയുമാണ്. അപ്പൊ നമുക്ക് ഇതിലേക്ക് ഞാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ അവസാനം ഒന്ന് ഒഴിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു താളിപ്പ് വേണമെങ്കിൽ ചേർക്കാം. താളിപ്പ് ചേർക്കുന്നില്ല. പച്ച വെളിച്ചെണ്ണ ചേർത്ത് ജസ്റ്റ് ഒന്നും കൂടെ ഒന്നങ്ങ് മിക്സ് ആക്കി എടുത്തു കഴിഞ്ഞാല് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ്. ചോറിന്റെ കൂടെ സത്യം പറഞ്ഞാൽ വേറെ ഒന്നും വേണമെന്നില്ല, ഇത് മാത്രം കൂട്ടി നമുക്ക് ചോറ് കഴിക്കാം. അല്ലെങ്കിൽ സൈഡിൽ ഒരു മീൻ പൊരിച്ചതോ ഒരു മോരുകറിയോ ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. അപ്പൊ അതാണ്ട് നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ജസ്റ്റ് കൈവച്ചൊന്ന് ഉരുട്ടി എടുത്തു കഴിഞ്ഞാല് നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള നമ്മുടെ ചമ്മന്തി റെഡിയായി കേട്ടോ. അപ്പൊ എന്തായാലും ഇതുപോലെ ട്രൈ ആക്കി നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ആക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് ഇനി ഒരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാടോ. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.